A good teacher can inspire hope, ignite imagination, and instill a love of learning. അനേകായിരം വിദ്യാർത്ഥി മനസ്സുകളിൽ അറിവും ജീവിതാനുഭവവും ചാലിച്ചു ചേർത്ത് ജീവിത വിജയത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച കർമ്മോത്സുകനായ അധ്യാപകനാണ് ബഹുമാനപ്പെട്ട ബാബു ജോർജ് സാർ. കുറുപ്പുന്തറ വെട്ടിക്കത്തടത്തിൽ പ്രൊഫസർ VK വർക്കിയുടെയും ഏലിക്കുട്ടി വർക്കിയുടെയും മകനായി ബഹുമാനപ്പെട്ട ബാബു ജോർജ് സാർ ജനിച്ചു. അധ്യാപക ദമ്പതികളായ ഇളംകുളം ഈരൂരിക്കൽ ED ജോസഫിൻ്റെയും കുഞ്ഞമ്മ ജോസഫിൻ്റെയും മകളായ പമീല ജോസഫാണ് ബാബു സാറിൻ്റെ സഹധർമ്മിണി. പാല സെയിൻറ് തോമസ് ട്രെയിനിങ് കോളേജിലെ B.Ed വിദ്യാർത്ഥിനിയായ എലിസബത്ത് ജോർജും കോട്ടയം ബെസേലിയസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയായ മരിയ ജോർജും മക്കളാണ്. കാഞ്ഞിരത്താനം സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബാബു ജോർജ് സാർ മാന്നാനം KE കോളേജിൽ നിന്ന് ബിരുദവും പാല സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. തൻ്റെ സേവന മേഖല അധ്യാപനമാണെന്ന് തിരിച്ചറിഞ്ഞ ബാബു ജോർജ് സാർ മാന്നാനം സെയിൻറ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ നിന്നും B.Ed പൂർത്തിയാക്കി. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ കരാർ അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിച്ച ബാബു സാർ 2000 ആണ്ടിൽ മാന്നാനം സെയിൻറ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായി ചുമതലയേറ്റു. ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും അഗാധമായ അറിവുള്ള ബഹുമാനപ്പെട്ട ബാബു ജോർജ് സാർ സ്വതസിദ്ധമായ ശൈലിയിൽ വിദ്യാർത്ഥി മനസ്സുകളിൽ ചേക്കേറി. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് മാർഗനിർദ്ദേശം നൽകിയ പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു ബാബു സാർ. സെയിൻറ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യത്തെ NSS പ്രോഗ്രാം ഓഫീസർ, കരിയർ ഗൈഡ്, സ്റ്റാഫ് സെക്രട്ടറി എന്നീ നിലകളിൽ തുത്യർഹമായ സേവനം ചെയ്ത ബാബു സാർ സത്യസന്ധമായ തീരുമാനങ്ങളും ഉറച്ച നിലപാടുകളുമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നല്ല അധ്യാപകൻ, നല്ല പഠിതാവ്, മികച്ച വാഗ്മി, മികച്ച പരിശീലകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ മാറ്റുരച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. നീണ്ട 30 വർഷത്തെ അധ്യാപന സപര്യയിൽ 26 വർഷത്തോളം തൻ്റെ സമയവും കഴിവും ആരോഗ്യവും ഏറ്റവും ആത്മാർത്ഥമായി സെയിൻറ് എഫ്രൈംസിന്റെ ഉയർച്ചയ്ക്കായി വിനിയോഗിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു ജോർജ് സാറിന് സെയിൻറ് എഫ്രൈംസ് കുടുംബത്തിന്റെ യാത്രാമംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേരുന്നു.